പാലിയം സമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യത്തിലൊരു തട്ടിപ്പാണ്. കാരണം പാലിയം ക്ഷേത്രത്തിന്റെ മുമ്പിൽ അവിടുത്തെ അതിലൂടെ വഴി നടക്കാനുള്ള സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് സത്യത്തിൽ നടത്തിയിരുന്നതും അതിന്റെ ഭാരവാഹി സെക്രട്ടറി എന്ന് പറയുന്നത് PK ഡീവർ എന്ന് പറയുന്ന ആളാണ്, P കൃഷ്ണൻ ധീവരൻ. ആ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ട് നിരോധിക്കപ്പെട്ടിരുന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശദ്രോഹം നടത്തി രാജ്യദ്രോഹം നടത്തി എന്നുള്ള അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അവർക്കെപ്പോഴും ഈ അപമാനം ഉണ്ടായെന്നാൽ രക്ഷപ്പെടുന്നത് രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ടാണ്. അതിനുവേണ്ടി PK ഡീവറുടെ നേതൃത്വത്തിലുള്ള സമരസംഘടനയെ ബൈപ്പാസ് ചെയ്ത് പാർട്ടി അണികളെ കൊണ്ടുവന്ന് പാലിയം സമരം എന്ന പേരിൽ സംഘർഷം ഉണ്ടാക്കി രക്തസാക്ഷിയെ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പാലിയം സമരവും കേരള നവോത്ഥാന പാലിയം സമരം ആയിട്ട് സത്യത്തിൽ, കാരണം ക്ഷേത്രപ്രവേശനം നടത്താൻ കൊച്ചി രാജാവ് തീരുമാനിച്ചിരുന്നു. ഒരു നല്ല ദിവസം നോക്കി വിഷുവിന് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരുന്നു. അതിന് മുമ്പ് രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമായിരുന്നു പാലിയം സമരം.